സുപ്രഭാതം. ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോ ആണ്. ആദ്യത്തെ വീഡിയോയിലിട്ടത് ഗ്രൂപ്പ് സ്റ്റേജിലുള്ള അവസാന കളികളുടെ അവലോകനമായിരുന്നു. ഇന്നു മുതൽ നോക്കൗട്ട് സ്റ്റേജാണ്. ഗ്രൂപ്പ് സ്റ്റേജ് പോലെയല്ല. നോക്കൗട്ട് സ്റ്റേജിൽ സമനില എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവില്ല. 45 മിനിറ്റുള്ള രണ്ട് ഹാഫുകളിലായിട്ട് 90 മിനിറ്റ് കളിക്കും. എന്നിട്ട് ഡ്രോ ആണെങ്കിൽ 15 മിനിറ്റുള്ള എക്സ്ട്രാ ടൈമിൽ കളിക്കും. എക്സ്ട്രാ ടൈമിലും ഡ്രോ ആണെങ്കിൽ പെനാൾട്ടി ഷൂട്ട് ഔട്ട് എടുക്കും. രണ്ട് ടീമും 5 ഗോൾ അടിക്കും. അതിലും മത്സരഫലം ഉണ്ടാകാതെ വന്ന അല്ലെങ്കിൽ ഒരു റിസൾട്ട് വരാണ്ടിരുന്നു കഴിഞ്ഞാൽ സഡൻ ഡെത്ത്, അതായത് ഓരോരോ ഗോൾ ഓരോരുത്തരടിക്കും. അതിൽ ആരാണ് വിജയിക്കുന്നത് അതുവരെ അടിക്കും. അപ്പോൾ ഇനി ഉള്ളത് നോക്കൗട്ട് സ്റ്റേജാണ്. അതും ഫിഫ വേൾഡ് കപ്പ് ചരിത്രത്തിൽ 32 ടീമുള്ള ഒരു നോക്കൗട്ട് ആദ്യമായിട്ടാണ്. സാധാരണ ഇതിനു മുമ്പ് വരെ ഉണ്ടായിരുന്നത് 32 ടീം മൊത്തം കളിക്കും. അതിൽ 16 പേര് പ്രീ ക്വാർട്ടർ ഫൈനലിൽ വരും. അത് കഴിഞ്ഞ് ക്വാർട്ടർ ഫൈനലിൽ, സെമി ഫൈനൽ, ഫൈനൽ, അങ്ങനെയായിരുന്നു. അതിപ്പോൾ കഴിഞ്ഞ വർഷം വരെ എത്ര ടീമുകൾ കളിച്ചോ അത്രയും ടീമുകൾ നോക്കൗട്ടിൽ കളിക്കുകയാണ്. ഈ സിസ്റ്റം തന്നെ ശരിയല്ല. 12 ഗ്രൂപ്പുകളിലായിട്ട് 4 ടീം വെച്ച് കളിച്ചിട്ട് അതിൽ നിന്ന് 2 ടീം ഫസ്റ്റും സെക്കൻഡും നോക്കൗട്ടിലോട്ട് ക്വാളിഫൈ ചെയ്യുക. മൂന്നാമത് വരുന്ന 8 ടീമുകൾ കൂടി കൂട്ടി 32 ടീമാക്കുന്നു. അതിൽ ഈ മൂന്നാം സ്ഥാനമുള്ള 4 ടീമുകൾ പുറത്താവും. 4ാം സ്ഥാനത്തുള്ള എല്ലാവരും പോകും. നോർമല് ശരിക്കുള്ള രീതിയിൽ ഒരു ജെനുവനായിട്ടുള്ള, അല്ലെ കുറേയും കൂടി ആധികാരികമായിട്ട് കള്ളത്തരമൊന്നും ഇല്ലാതിരിക്കാനായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ടീം, ഒരു ഗ്രൂപ്പിൽ 6 ടീമുള്ള 8 ഗ്രൂപ്പ് ഉണ്ടാക്കണമായിരുന്നു. 8 ഗ്രൂപ്പിൽ 6 ടീം കളിക്കുക. ആ ഗ്രൂപ്പിൽ എല്ലാവരും കളിച്ചു കഴിഞ്ഞാൽ അതിൽ 1, 2, 3 സ്ഥാനക്കാർ അഡ്വാൻസ് ക്വാളിഫൈ ചെയ്യും. ബാക്കിയുള്ള ടീമൊക്കെ പുറത്താവും. അല്ല, 4 ടീം ക്വാളിഫൈ ചെയ്യാം. 6 ടീമിൽ, ഒരു ഗ്രൂപ്പിൽ 6 ടീം ഉണ്ടെങ്കിൽ ആദ്യത്തെ 4 സ്ഥാനക്കാർ നോക്കൗട്ടിലോട്ട് ക്വാളിഫൈ ചെയ്യാവും. അവസാനം വരുന്ന 2 ടീം പുറത്താവും. ബെസ്റ്റ് 3rd പൊസിഷൻ, ബെസ്റ്റ് 4th പൊസിഷൻ പരിപാടിയൊന്നുമില്ല. ആദ്യത്തെ 4 പൊസിഷൻ വന്നവർ മുന്നോട്ട് പോകണമെങ്കിൽ 8 ഗ്രൂപ്പിൽ നിന്ന് ആദ്യത്തെ 4 എന്ന് പറഞ്ഞാൽ 32 ടീം ആയി ഓട്ടോമാറ്റിക്കലി. 8 ഗ്രൂപ്പിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ബെസ്റ്റ് ലൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എടുക്കുന്ന 3ാം സ്ഥാനം വന്ന് 8 പേരെടുത്ത് ബാക്കി 4 പേരെ പുറത്താക്കണ പരിപാടി ഒഴിവാക്കാം. ഒത്തുകളി ഒഴിവാക്കാം. അങ്ങനെയുള്ള പരിപാടിയുണ്ട്. പിന്നെ നമ്മളൊക്കെ എന്തൊക്കെ വിചാരിച്ചു കഴിഞ്ഞാലും റഫറിമാരാണ് അന്നത്തെ രാജാവ്. അവർക്ക് എന്ത് പോക്കൃതരോ കാണിക്കുക. അപ്പോൾ അതെൻ്റെ അഭിപ്രായമാണ്. അപ്പോൾ ഇന്ന് മുതൽ ഞാൻ ചെയ്യണത്, ഇനി നടക്കാൻ പോകുന്ന നോക്കൗട്ട് കളിനെ കുറിച്ച് കളിക്ക് മുമ്പേ പറയുക. കളിക്ക് ശേഷം പറഞ്ഞിട്ട് കാര്യമില്ല, കളിക്ക് മുമ്പേ പറയുക. അപ്പോൾ ഇന്നുണ്ടാകുന്ന 2 കളി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൗത്ത് ആഫ്രിക്കയും കാനഡയും കൂടിയാണ്. അതിനു മുമ്പ് അത് 12:30, അതായത് നാളെ രാവിലെ 12:30. പക്ഷേ ഇന്ന് ബ്രസീലും ജപ്പാനും തമ്മിൽ ആദ്യത്തെ നോക്കൗട്ട് കളി നടക്കുന്നത് ബ്രസീലും ജപ്പാനും തമ്മിൽ 10:30-ക്കാണ്. ബ്രസീലിൻ്റെ ചരിത്രമൊന്നും പറയണ്ട. 1930 വേൾഡ് കപ്പ് ഫുട്ബോൾ തുടങ്ങിയ അന്ന് മുതൽ ഇതുവരെ കളിക്കുന്ന ടീമാണ്. 5 വേൾഡ് കപ്പ് നേടിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വേൾഡ് കപ്പ് നേടിയ നമ്മുടെ ഒരേ ഒരു രാജ്യം ബ്രസീലാണ്.
അവരുടെ കളിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. നൃത്തം പോലെയുള്ള ഒരു കളിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളിയാണ്. അതിനെക്കുറിച്ച് ഒക്കെ എല്ലാം അറിയാവുന്നതാണ്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. ഈ വർഷത്തെ വേൾഡ് കപ്പിൽ അവരുടെ പെർഫോമൻസാണ്. അവർ ഗ്രൂപ്പ് സ്റ്റേജിൽ 3 കളി കളിച്ചു. 2 കളിയിൽ അവർ 3-0 വളരെ വ്യക്തമായ രീതിയിൽ ജയിച്ചു. പക്ഷേ ആദ്യത്തെ കളി മൊറോക്കോയായിട്ട് വളരെ ദയനീയമായിട്ട് തോറ്റെന്നല്ല പറയണത്, സമനില പിടിച്ചു. സമനില കഷ്ടപ്പെട്ട് പിടിച്ചതാണ്. അവർ ആ മൊത്തം കളിയിൽ ബ്രസീൽ വളരെ മോശം പെർഫോമൻസ് ആയിരുന്നു. മൊറോക്കോനെ പോലെ വളരെ ഫാസ്റ്റായിട്ട് കളിക്കുന്ന ഒരു ടീമിനെതിരെ അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഡിഫൻസ് സാധാരണ രീതിയിൽ ബ്രസീലിൻ്റെ മോശമാവും. പക്ഷേ മൊറോക്കോ ആയിട്ട് കളിച്ചപ്പോൾ ഡിഫൻസ് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. അങ്ങനെ വന്നപ്പോൾ എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിഡ്ഫീൽഡ് എന്ന് പറഞ്ഞ സാധനം അവിടെ കണ്ടില്ല. മിഡ്ഫീൽഡ് വളരെ മോശമായിരുന്നു. ഫോർവേഡിനും സ്ട്രൈക്കറിനും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. വിനീഷ്യസ് ജൂനിയറിൻ്റെ ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻസിൽ ഒരു ഗോൾ അടിച്ച് ആ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം അവർ ആ കളി ഡ്രോ ആയതാണ്. പക്ഷേ രണ്ടാമത്തെ കളി ആയപ്പോഴത്തേക്കും കളി മാറി. പ്ലേയേഴ്സിനെയൊക്കെ കുറച്ച് മാറ്റി പരീക്ഷിച്ച് കഴിഞ്ഞപ്പോൾ ഫോർവേഡും ഡിഫൻസും ഒരുവിധം നല്ല ലെവലിലായി. ആ കളിയിലും ഈ പറയണ പോലെ ആദ്യത്തെ 80 ആയിട്ടുള്ള കളിയാണ്. ആദ്യത്തെ ഫസ്റ്റ് ഹാഫിൽ വളരെ ഡോമിനേറ്റിംഗ് ആയിട്ട് ബ്രസീൽ കളിച്ചു, 3 ഗോളും അടിച്ചു. സെക്കൻഡ് ഹാഫിൽ ബ്രസീലിൻ്റെ കയ്യിൽ നിന്ന് കളി വിട്ടുപോയി. 80 ആയത് കാരണം തിരിച്ച് ഗോളൊന്നും അടിക്കാൻ പറ്റിയില്ലെങ്കിലും അവിടെയും ഈ പറയണ മിഡ്ഫീൽഡ് എന്ന് പറയുന്ന സാധനം കാണാൻ പറ്റിയില്ല. അവസാനത്തെ കളി സ്കോട്ട്ലൻഡായിട്ടുള്ള കളിയിൽ അവർ നന്നായിട്ട് തന്നെ കളിച്ചു. അവസാന 10 മിനിറ്റ് മറ്റേ നെയ്മറൊക്കെ വന്നു. അദ്ദേഹം എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയോ എന്നൊന്നും അറിയില്ല. അദ്ദേഹമൊക്കെ ഇറങ്ങണതിന് മുമ്പ് തന്നെ 3 ഗോൾ അടിച്ചിട്ട് ബ്രസീൽ മുന്നിലായിരുന്നു. ആ കളിയിൽ മാത്രമാണ് മിഡ്ഫീൽഡ് ഒന്ന് ആക്റ്റീവായിട്ട് കണ്ടത്. എന്നിരുന്നാലും നല്ലൊരു മിഡ്ഫീൽഡ് ഇല്ല എന്ന് തന്നെയാണ്. ഇതുവരെയുള്ള ബ്രസീൽ ടീമിൽ ഡിഫൻസിൽ ലെഫ്റ്റ് ഔട്ടും റൈറ്റ് ഔട്ടും ഒക്കെ ഉണ്ടാവുമല്ലോ. അതായത് നമ്മൾ കണ്ടേക്കണ കാഫു, റോബർട്ടോ കാർലോസ്, മാർസലോ, ലൂയിസ്, അങ്ങനെ കുറേ കളിക്കാരെ കണ്ടിട്ടുണ്ട് പണ്ട് മുതലുള്ള. നിങ്ങൾക്ക് എല്ലാവരും അറിയാവുന്ന 3-4 പേരാണ് ഞാൻ പറഞ്ഞത്. അവരൊക്കെ പോയി ഗോളടിക്കുമായിരുന്നു. റോബർട്ടോ കാർലോസിൻ്റെയും മറ്റേ മാർസലോടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഫ്രീ കിക്ക് എന്നൊക്കെ പറഞ്ഞാൽ വളരെ അടിപൊളിയാണ്. ഇപ്രാവശ്യം ബ്രസീൽ ഏതെങ്കിലും ഒരു ഫ്രീ കിക്ക് ഗോളാക്കണത് കാണാനേ പറ്റിയില്ലെന്നുള്ളതാണ്. ഫോർവേഡ് ഇഷ്ടംമാരെ ഉണ്ടപ്പോൾ ഫോർവേഡിനൊന്നും ഒരു കുഴപ്പമില്ല. പ്രശ്നം ഇപ്പോഴും മിഡ്ഫീൽഡിൽ തന്നെയാണ്. അല്ലെങ്കിൽ ഒരു പ്ലേ മേക്കറിൻ്റെ അസാന്നിധ്യം വളരെ ശക്തമായിട്ടുള്ളതാണ്. നല്ല സ്പീഡായിട്ട് കളിക്കുന്ന ഒരു ടീമായിട്ട് കളിച്ചു കഴിഞ്ഞാൽ ബ്രസീൽ ജയിക്കുകയില്ല എന്നുള്ള കാര്യം കളി കണ്ടാലേ അറിയുള്ളൂ. പിന്നെ ജപ്പാനാണ് അവരൊക്കെ എതിരായിട്ട് കളിക്കുന്നത്. ജപ്പാൻ്റെ 3 കളി നമ്മൾ കണ്ടതാണ്. അവരതിൻ്റെ അകത്ത് ഒരു കളിയേ ജയിച്ചുള്ളൂ. ടുണീഷ്യനെ തോൽപ്പിച്ചു. നെതർലാൻഡ് സ്വീഡനുമായിട്ട് ഡ്രോ പിടിക്കുകയാണ് ചെയ്തത്. 5 പോയിൻ്റായിട്ട് അവർ 2ാം സ്ഥാനത്തായിട്ടാണ് വന്നേക്കണം. രണ്ടാമത്തെ കാര്യം, ജപ്പാൻ എന്ന് പറഞ്ഞ ഒരൊറ്റ രാജ്യം മാത്രമേ ഉള്ളൂ നമ്മൾ ഉൾപ്പെടുന്ന ഏഷ്യനെ പ്രതിനിധീകരിക്കാൻ നോക്കൗട്ടിലെത്തിയേക്കണം. ബാക്കി കളിച്ച 8 രാജ്യങ്ങളിൽ ജപ്പാൻ മാത്രമാണ് ഏഷ്യനെ പ്രതിനിധീകരിക്കണം. ബാക്കി 7 രാജ്യങ്ങളും പുറത്തുപോയി. അതിൽ ഇറാനെ മനഃപൂർവ്വം പുറത്താക്കിയതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. രണ്ടാമത്തത് സൗത്ത് കൊറിയ. 3 പോയിൻ്റ് ഉണ്ടെങ്കിൽ പോലും അവർ പുറത്തായി. അൺലക്കാണ്. നാച്ചുറലി 3 പോയിൻ്റുള്ള കുറേ ആൾക്കാർ വരുമ്പോഴത്തേക്ക് കാൽക്കുലേഷനൊക്കെ വരുമ്പോഴത്തേക്കും അവർ പുറത്താവും. ബാക്കി ആരും രക്ഷപ്പെട്ടില്ല എന്നുള്ളതാണ് ഇത്. ഇനി ജപ്പാൻ്റെ കാര്യം പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ജപ്പാൻ ആദ്യമായിട്ട് വേൾഡ് കപ്പ് ക്വാളിഫൈ ചെയ്യണത് 1998-ലാണ്. അതിനുശേഷം എല്ലാ വേൾഡ് കപ്പും അവർ കളിക്കുന്നുണ്ട്. അവരുടെ നാട്ടിൽ 2002 നടന്ന വേൾഡ് കപ്പിലാണ് അവർ
ആദ്യമായിട്ട് നോക്കൗട്ട് സ്റ്റേജിൽ പോകണം. പിന്നീട് സ്ഥിരമായിട്ട് നോക്കൗട്ടിൽ വരാറുണ്ട്. പക്ഷേ നോക്കൗട്ട് സ്റ്റേജിൽ ആദ്യത്തെ കളിയിൽ തന്നെ അവർ തോറ്റു പുറത്താകുന്നതാണ് പതിവ്. ജപ്പാനെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അർജൻറ്റീനയുടെ ഒരു സംസ്കാരമാണ് ഈ ബ്രസീലിൻ്റെ സംസ്കാരമാണ് ഫുട്ബോള്. ജപ്പാന് അങ്ങനെ ഒരു സംസ്കാരമൊന്നുമില്ല. അവരുടെ ഫുട്ബോൾ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ 54-ലും 56-ലും കണ്ട് ഏഷ്യൻ ഗെയിംസിൽ ബ്രോൺസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒളിമ്പിക്സിൽ 68-ലും കണ്ടും ബ്രോൺസ് മെഡൽ കിട്ടിയിട്ടുണ്ട്. അല്ലാതെ അവർക്ക് പ്രത്യേകിച്ച് ഒരു ഇതൊന്നുമില്ല. അവരുടെ നാട്ടിലുള്ള മെയിൻ സ്പോർട്ടെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ മാർഷൽ ആർട്സും സുമോ റെസ്ലിങ് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അത് കഴിഞ്ഞിട്ടേ അവർക്ക് സോക്കറുള്ളൂ. സോക്കറിൻ്റെ ഒപ്പം തന്നെ പല ഗെയിമുകളും അവർ കളിക്കുന്നുണ്ട്. അതിനേക്കാളും കൂടുതൽ പ്രാചാര്യമുള്ള അവർ ടെന്നീസ് കളിക്കുന്നുണ്ട്, ഗോൾഫ് കളിക്കുന്നുണ്ട്. അതിനേക്കാളും കൂടുതൽ ഏകദേശം ഒരു 40% ആൾക്കാരാണ് ജപ്പാനിൽ ഫുട്ബോളിനെ ആധാരിക്കണം. അത് തന്നെ ഒരു 98-ന് ശേഷം അവരുടെ ബേസിക് ഇട്ട് കൊടുത്തേക്കണ ബ്രസീലുകാരനായ സീക്കോ എന്ന് പറഞ്ഞ കളിക്കാരനാണ്. അവരിപ്പോൾ വൻ ശക്തി, ഏഷ്യയിലെ വൻ ശക്തിയാണ് ഫുട്ബോളിൽ. അവരെക്കാളും ശക്തിയാണ് അവരുടെ വുമൺ സോക്കർ ടീം അല്ലെങ്കിൽ വുമൺ ഫുട്ബോൾ ടീം. അവർ വേൾഡ് കപ്പൊക്കെ നേടിയിട്ടുള്ളതാണ്. ആ രീതിയിൽ പെണ്ണുങ്ങളുടെ ഫുട്ബോളും ആയിട്ട് ഇപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ജപ്പാൻ്റെ ആണുങ്ങളുടെ ഫുട്ബോൾ അത്രത്തോളം ഇല്ല. എന്നിരുന്നാലും അഡ്രസ്സുള്ള ആൾക്കാരാണ്. 1998-ലാണ് ആദ്യമായിട്ട് ക്വാളിഫൈ ചെയ്യുമെങ്കിൽ അതിനുശേഷം കണ്ടിന്യൂസ് അവർ ക്വാളിഫൈ ചെയ്യാറുണ്ട്. 2002 മുതൽ സെക്കൻഡ് റൗണ്ടിലും പോകുന്നുണ്ട്. ഈ വേൾഡ് കപ്പിൽ ഏഷ്യക്കാർക്ക് ആകെയുള്ള ഒരു ടീം ജപ്പാനാണ്. അവർ നല്ല ഫാസ്റ്റ് ഗെയിമാണ്. അപ്പം ഒത്തൊരുമിച്ച് കളിക്കണതാണ്. അവരുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിഡ്ഫീൽഡാണ്. ഓപ്പണൻ്റായിട്ട് കളിക്കുന്ന ബ്രസീലിൻ്റെ ഏറ്റവും വലിയ വീക്ക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡ്ഫീൽഡാണ്. അപ്പം ഞാൻ ഈ കളീന് 50-50 ചാൻസേ കൊടുക്കുന്നുള്ളൂ. ബ്രസീൽ നെയ്മറിൻ്റെ പ്രസൻസ് എത്രത്തോളം ഉണ്ടാവും, അയാളൊരു പ്ലേ മേക്കിംഗ് റോഡിലോട്ടൊക്കെ വന്ന് മിഡ്ഫീൽഡ് ശക്തമായാൽ ജപ്പാനെ തോൽപ്പിക്കുക ബ്രസീലിന് വലിയ സംഭവമൊന്നുമല്ല. അപ്പോൾ അതങ്ങനെ വിടുന്നു. കാനഡ സൗത്ത് ആഫ്രിക്ക കളിയിൽ കാനഡ ജയിക്കും. പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ബാക്കി നാളെ.